ശ്രീ ഡോക്ടർ ജയപ്രസാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ 2020 നിന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സാഹചര്യങ്ങൾ മാറി നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ചില പ്രചരണ വിഷയങ്ങൾ ശക്തമായി മാറുന്നൊരു സാഹചര്യം. പാർട്ടികളൊക്കെ തന്നെയും അവരവരുടെ കൃത്യമായി തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റുന്ന സാഹചര്യം ഒക്കെ നമ്മൾ കണ്ടു പല ഘട്ടങ്ങളിൽ. 2021 നിയമസഭയും കഴിഞ്ഞ് 2024 ലോക്സഭാ ഇലക്ഷനിൽ എത്തി നിന്ന സമയത്ത് വീണ്ടും ഒരു ചേഞ്ചിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൂടുതൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ NDAയ്ക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനുമൊക്കെ സാധിക്കുന്നൊരു സാഹചര്യമുണ്ട്. ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് 2025 തദ്ദേശം വരുന്നത്. നമുക്കറിയാം ഒരുപാട് പ്രാദേശിക വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമായിട്ടുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ എങ്കിലും ചില കോമൺ ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രചാരണ വിഷയങ്ങൾ, ശബരിമല സംഘടിത കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ, അത് ആഴത്തിലേക്ക് എത്തിക്കാൻ BJPക്കും കോൺഗ്രസിനും സാധിച്ചോ? അത് മറികടക്കാൻ ഏതൊക്കെ രീതിയിലാണ് CPMന് കഴിഞ്ഞത്? അവസാന ചിത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടാവുക? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വിധിയായിരിക്കും ഇത്. മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ എന്നുള്ള തലത്തിലാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. അതിൽ പ്രധാനമായിട്ട് കേരളത്തിലെ രണ്ട് മുന്നണികളെയും ഞാൻ ഇവിടെ പറഞ്ഞ വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. 1967 ശേഷം നമ്മുടെ കേരളത്തിലേക്ക് വന്നൊരു ബൈപ്പോളർ മുന്നണി രാഷ്ട്രീയമുണ്ട്. അത് ഒരു മൂന്നാമത്തൊരു മുന്നണിക്ക് ഒരിക്കലും സ്പേസ് കൊടുത്തിരുന്നില്ല. ഇടതിൽ നിന്ന് വലതിലേക്കും വലതിൽ നിന്ന് ഇടതിലേക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളും, അത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അത് വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ PDP ആണെങ്കിലും എല്ലാം ഇടതിലും വലതിലും പല സമയത്തായിട്ട് ചേരുകയും നേരിട്ടും നേരിട്ടല്ലാതെയും ആ തരത്തിലുള്ളൊരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ജീർണിച്ച അവസ്ഥയിലാണ് 2025 ഇന്ന് കേരളം കടന്നു പോകുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും അതിനകത്തുണ്ടാകുന്ന അഴിമതിയും സ്ത്രീ വിഷയമൊക്കെ ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. അതൊക്കെ അതിൻ്റെ ജീർണതയുടെ ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതായത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞത് അതിനും നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം നമ്മൾ നോക്കിയാൽ കഴിഞ്ഞൊരു 67 ശേഷം ഏതാണ്ട് 2015 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ 90-95% വോട്ടും ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഡിവൈഡ് ചെയ്യും. ആദ്യമായിട്ടായിരുന്നു 2024 അതായത് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള വോട്ടെന്ന് പറഞ്ഞാൽ ടോട്ടൽ 78%. അതായത് BJP 20% വരുന്നു. അതായത് 77-78% താഴെ രണ്ട് മുന്നണികളിലേക്കും വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്നത് BJPയുടെ നയിക്കുന്ന മുന്നണി കേരളത്തിൻ്റെ രാഷ്ട്രീയ ഒരു 22-നും അതിന് മുകളിലേക്ക്, അതായത് 25% വരെ ആ തരത്തിലേക്ക് വോട്ട് ശതമാനം ഉയർത്തും. സീറ്റിനേക്കാളും ഉപരി ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള തലത്തിൽ ഞാൻ കാണുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതിൻ്റെ ശക്തിയാണ്, ആ ഒരു ശക്തിയാണ്. അതിൽ ഇപ്പം നമ്മൾ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളെ നമ്മൾ എടുത്തു പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ രണ്ട് മണ്ഡലങ്ങളും കൂടെ ചേർത്ത് എടുക്കുമ്പോഴും ഏതാണ്ട് 33% വോട്ട് BJP ഷെയറുണ്ട്. തിരുവനന്തപുരവും ആറ്റിങ്ങൽ മണ്ഡലം കൂടെ ചേർക്കുമ്പോഴും ജില്ലയിൽ ആ തരത്തിൽ കേരളത്തിൽ തൃശ്ശൂരാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും അല്ലെങ്കിൽ പത്തനംതിട്ട, അതുപോലെ പാലക്കാട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ, കാസർഗോഡ് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലൊക്കെ വളരെയധികം നിർണായകമായ ലെവലിലേക്ക് BJPയുടെ വോട്ടിൻ്റെ ശക്തി കൂടിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് ഒന്ന് പ്രാദേശിക വിഷയങ്ങൾ, പലപ്പോഴും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വിജയത്തെ നിർണ്ണയിക്കുന്നത് ജനങ്ങളോട് ഇടപെട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനം. അത് ഏത് മുന്നണിയാണെങ്കിലും പലപ്പോഴും ദേശീയവും സംസ്ഥാനത്തിലെയും പല വിഷയങ്ങളും പലപ്പോഴും പ്രാദേശിക തലത്തിൽ പാടില്ല. കാരണം അവിടുത്തെ പ്രതിനിധിയായ ആ വ്യക്തി അവിടെ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും വിജയ സാധ്യതയുണ്ട്. അപ്പോൾ അത് എല്ലാ കാലത്തും ഇടതു മുന്നണിക്ക് പലപ്പോഴും അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത് പലപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കും അവരിൽ നിന്ന് വരിക. അപ്പോൾ കോൺഗ്രസ് ആ ഒരു പാറ്റേൺ അല്ല. അപ്പോൾ അതിന് വിഭിന്നമായിട്ട് BJP ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ഇടയിൽ, വിശേഷിച്ചും സ്ത്രീ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് വന്നത്, വളരെ ഗ്രാജുവലായിട്ടാണ് BJP കേരള രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് വന്നത്. അപ്പോൾ 2014 മുതൽ നമുക്ക് കേരളത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ വന്ന മാറ്റം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് എല്ലാ ജില്ലകളിലും ഒരുപോലെ ആകണമെന്നില്ല, പക്ഷേ കേരളത്തിലെ വളരെ നിർണായകമായ ലെവലിലേക്ക് BJP ഉയർന്നിട്ടുണ്ട്. അപ്പം കേരളത്തിൽ നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞത്, കേരളത്തിൽ ഇപ്പം തിരുവനന്തപുരം ഞാനിത് ഇപ്പോൾ നമ്മൾ ഏതാനും മണിക്കൂറുകളിൽ വിധി വരാൻ പോവാണ്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2015 BJP 35 സീറ്റ് ലഭിച്ചിരുന്നു. അന്ന് ഇടതുപക്ഷത്തിന് 43 സീറ്റാണ് ലഭിച്ചത്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ആ സമയത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷം തിരുവനന്തപുരത്ത് BJPയുടെ വളർച്ചയുടെ അഡ്വാൻറ്റേജ് കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പിൽ
നേടുന്നൊരു മുന്നണിയാണ്. അപ്പോൾ ഇടതുമുന്നണിയുടെ ശക്തിയേക്കാൾ ഉപരി ഇടതുമുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയം പ്രാദേശിക തലത്തിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അത് ഉണ്ടാകാറില്ല, അത് കോൺഗ്രസിനാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലും ഇടതുപക്ഷത്തിൻ്റെ വിജയം പാർട്ടിയുടെ ശക്തിയേക്കാൾ ഉപരി തിരഞ്ഞെടുപ്പിൻ്റെ ആ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുന്നതാണ്. അതായത് അനുകൂലമായൊരു ഘടകമുണ്ട് BJP ലഭിക്കുന്ന വോട്ട്. അപ്പോൾ 2015 തന്നെ BJP വളരെ മുന്നിലേക്ക് വന്നിരുന്നു. 2020 ആകുമ്പോഴത്തേക്കും വീണ്ടും BJPയുടെ വോട്ട് 35 സീറ്റിലേക്ക് വരുമ്പോൾ CPMന് നാമമാത്രമായ ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് 10 സീറ്റിലേക്ക് മാറുകയാണ്. അപ്പം തിരുവനന്തപുരത്തിൻ്റെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ കോർപ്പറേഷനിൽ നിന്ന് UDF ഏതാണ്ട് പിൻവാങ്ങുകയും ആ UDFൻ്റെ വോട്ട് ഇപ്പോൾ ഞാനിതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിരുന്നു. അപ്പം പരമ്പരാഗതമായി കോൺഗ്രസ് ജയിച്ചിരുന്ന തീരദേശ മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒരുപാട് വാർഡുകളിലേക്ക് ഇടതുമുന്നണി കടന്നു വരികയുണ്ടായി. അപ്പോൾ ആ തരത്തിൽ ഇടതുമുന്നണിക്ക് BJPയുടെ വളർച്ച കൊണ്ട് ഇടതുമുന്നണിക്കുണ്ടായ ദോഷം കോൺഗ്രസിൻ്റെ ശക്തിക്ഷയത്തിലൂടെ CPM നേടുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുണ്ടാകും. കാരണം രണ്ട് തെരഞ്ഞെടുപ്പിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ വളർച്ച വളരെ കൺസിസ്റ്റൻ്റായ വളർച്ചയിലാണ് BJP പോകുന്നത്. ഞാനിത് രാഷ്ട്രീയത്തെക്കാളുപരി തെരഞ്ഞെടുപ്പിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അകത്തിറങ്ങി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പം കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോഴത്തേക്കും മുന്നണി രാഷ്ട്രീയം അതിൻ്റെ ജീർണതയുടെ അങ്ങേയറ്റത്തെയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷ നൽകുന്ന യുവതലമുറ, ഒരു ഭാഗത്ത് കറപ്ഷൻ, അഴിമതി, സമസ്ത മേഖല, ഇടതു മുന്നണിയുടെ നേതാക്കൾ എടുത്തു കഴിഞ്ഞാലും യുവജനങ്ങൾ. ഇപ്പം കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ 2 യുവജന പ്രസ്ഥാനങ്ങൾ, അത് DYFI ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഇന്ന് ആ തരത്തിൽ അവർക്ക് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു പ്രതീക്ഷയായിട്ട് യുവജനങ്ങളുടെ മുന്നിലേക്ക് വരാൻ കഴിയാത്ത തരത്തിലേക്ക് അധപ്പതിച്ചിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള, അതായത് വിശേഷം അവർക്കുണ്ടാകുന്ന ഒരു സാംസ്കാരികമായ ജീർണതയുണ്ട്. അപ്പം നമ്മൾ ഈ സ്ത്രീ വിഷയത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പം കേരളത്തിൽ തന്നെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് 2015-16 സമയത്ത് സരിതാ വിഷയം എങ്ങനെയാണോ കേരള രാഷ്ട്രീയത്തെ സ്വാധീനിച്ചത്, അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അതായത് ചാനലുകളിൽ ബഹുഭൂരിപക്ഷം കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് സ്ത്രീ വിഷയം മാത്രമാണ് ചർച്ച ചെയ്തത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം പലപ്പോഴും ഈ തരത്തിലുള്ള വൈകാരിക വിഷയങ്ങളുമായിട്ടാണ് ഇടത് വലത് മുന്നണികൾ കാലാകാലങ്ങളിൽ. അതിലൊരു ചെറിയ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ആഡ് ഓൺ ചെയ്യാണ് ശ്രീ ഡോക്ടർ ജയപ്രസാദ്. ഇതിൽ ആദ്യഘട്ടത്തിൽ ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ളൊരു ഗുരുതര ആരോപണങ്ങൾ നേരിട്ട സമയത്ത് അയാൾക്ക് പിന്തുണയുമായി രംഗത്ത് വരാനുള്ള മത്സരമായിരുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾ പരസ്പരം നടത്തിയിരുന്നത്. അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുൾമുനയിൽ നിൽക്കുമ്പോഴും ഇന്നലെ സണ്ണി ജോസഫ് എന്താണ് പറഞ്ഞത്, ഇന്നെന്താണ് പറഞ്ഞത്? ഇത് വെൽ ഡ്രാഫ്റ്റഡ് കംപ്ലൈൻ്റ് ആണ്, രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. VD സതീശൻ അത് തിരുത്തി രംഗത്ത് വരേണ്ട സാഹചര്യം വരെ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു നിലപാട്, കോൺഗ്രസിൻ്റെ ഇത്തരം വിഷയങ്ങളിൽ എന്താണ് നിലപാടെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം, വിശേഷിച്ച് സ്ത്രീ സമൂഹം ചിന്തിച്ചാൽ അതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? അല്ല, ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഇത് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ജീർണത എന്ന് പറഞ്ഞാൽ ഇവരുടെ മനസ്സിലൊരു സാധാരണ ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രക്രിയയിൽ നമ്മുടെ ഇടത് വലത് മുന്നണികൾ മാറി മാറി വിജയിക്കുമായിരുന്നു. 2021 അതിനൊരു മാറ്റം ഉണ്ടാകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അടുത്ത തവണ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള ധാരണയുണ്ട്. അപ്പം നമ്മൾ ഈ പെണ്ണ് വിഷയത്തിൽ ഇടത് വലത് മുന്നണി തമ്മിൽ മത്സരിക്കാനുണ്ടാകുന്നത്. അപ്പം ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് എങ്ങനെയാണ് അവിടെ ഈ കഴിഞ്ഞ ദിവസം ഏതൊരു വനിതാ നേതാവ് പറഞ്ഞതുപോലെ അതിൻ്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലെവൽ ഡിഫറൻ്റ് ആണെന്നൊക്കെ അവർ പറയുന്നത് പോലെ ഇവരുടെ മാതൃക അവരാണ്. അതായത് കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീ വിഷയം രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന, ഇതിനു മുമ്പുള്ള നമ്മളെ ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ, അത് PJ ജോസഫ് ആണെങ്കിലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ലോകദാസ് ആണെങ്കിലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേര് കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവർക്കാർക്കും കാര്യമായ രാഷ്ട്രീയപരമായ നഷ്ടമുണ്ടായിട്ടില്ല. അപ്പോൾ കേരളത്തിൽ ഇത് അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു ജീർണതയാണ്. അപ്പോൾ കേരളത്തിന് വേണ്ടത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. നമ്മുടെ യുവതലമുറ ഇന്ന് കേരളത്തിൽ നമ്മുടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ നമ്മളിപ്പോൾ 70% പോളിംഗാണ് ഇപ്പം തെക്കൻ ഭാഗങ്ങളുണ്ടായി. എന്താ കാരണം? ഇപ്പം ഞാൻ എൻ്റെ ചുറ്റുപാടുള്ള വീടുകളിൽ തന്നെ നോക്കുമ്പോൾ ബഹുഭൂരിപക്ഷം വീടുകളിലും ഇടത്തരം വീടുകളിലെ ചെറുപ്പക്കാർ മുഴുവനും കേരളത്തിന് പുറത്താണ്. എൻ്റെ കുടുംബങ്ങളിൽ തന്നെ എൻ്റെ സഹോദരങ്ങളുടെ മക്കളും മരുമക്കളും എല്ലാവരും ജോലി സംബന്ധമായിട്ടാണ് അവർ. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ വോട്ട് ചെയ്യാൻ കഴിയാത്ത. അപ്പം കേരളത്തിലെ ശരിയായി പഠിച്ചിറങ്ങുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികൾക്കാർക്കും കേരളത്തിലൊരു അവസരമില്ല.
ഇപ്പം വിദേശത്ത് നിന്ന് അയക്കുന്ന പണത്തിൻ്റെ കൊഴുപ്പിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കഴിവില്ല. ഇന്ന് നമ്മൾ കേരളം കാണുന്ന അഫ്ലുവൻസ് എന്ന് പറയുന്നത് മണി ഓർഡർ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അയക്കുന്ന റെമിറ്റൻസ് ആണ്. ശരിക്കും അത് വിദേശത്ത് നിന്ന് മാത്രമല്ല, രാജ്യത്തിനകത്ത് നിന്നും മറ്റു പല മേഖലയിലും. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് വിദ്യാഭ്യാസമേ നമ്മുടെ കലാലയങ്ങളിൽ പോലും കേരളത്തിലെ കോളേജുകളിൽ ഏതാണ്ട് യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ 35-40% സീറ്റ് വേക്കൻ്റാണ്. അപ്പോൾ കുട്ടികൾ പഠിക്കാനും കൂടെ പുറത്തു പോകാൻ നമ്മുടെ കേരളത്തിൽ ജോലി കിട്ടി മാത്രമല്ല പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ 55% സീറ്റ് വേക്കൻ്റാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ മുഴുവനും പുറത്തേക്ക് പഠിക്കാൻ മതി. എന്തുകൊണ്ട്? നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയം നമ്മുടെ കലാലയങ്ങളെ നശിപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഒരു ആവറേജ്. മാത്രമല്ല ശ്രീ ഡോക്ടർ ജയപ്രസാദ്, ഇതിൽ ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ നാട് മുന്നേറണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ശ്രീ സതീഷ് വസന്ത് ഒപ്പം ശ്രീ ഗോകുൽ, ഇതിൽ നമ്മുടെ നാട് മുന്നേറണം. അതിന് ഏതൊക്കെ രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതൊക്കെ പരിഹരിച്ച് ശക്തമായി തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യത വഴി തുറക്കുകയാണ് വേണ്ടത്. ബാക്കി രാഷ്ട്രീയവും വിവാദവും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അവർക്ക് എന്തൊക്കെ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്, എന്തുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആസൂത്രണ ബോർഡിൻ്റെ അംഗം പറഞ്ഞത് എന്തുകൊണ്ടാണ് മധ്യ കേരളത്തിൽ വിശേഷിച്ച് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലൊക്കെ പോളിംഗ് ശതമാനം കുറയുന്നത്? ശ്രീ ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞ അതേ പോയിന്റാണ് പറഞ്ഞത്. ആളുകളൊക്കെ പുറത്താണ്, നേരത്തെ ജോലിക്ക് മാത്രമല്ല പഠിക്കാനും ഒക്കെ പോകുന്നൊരു സാഹചര്യം. എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറകൾ ഇങ്ങനെ ജോലി തേടി അലയേണ്ടത്, പഠനത്തിന് വേണ്ടി അലയേണ്ടത് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽപ്പുണ്ട്.